ഇബ്രാഹിം നബിൻ്റെ മുഖമാണ് എനിക്ക് കിട്ടിയത്. ഇങ്ങോട്ട് വരൂ. ഇബ്രാഹിം നബിയുടെ കാൽപാദം, കഅബ എന്ന ശരീരം, ആ മുഖവും കണ്ടു. അത് കറുത്ത കില്ല തുണിയും കരിപ്പടം പൊട്ടിച്ച് നിൽക്കുന്ന ഇബ്രാഹിം നബിയെയാണ് ഞാൻ കണ്ടത്. ഇപ്പം എന്ത് പറയും നിങ്ങൾ? കാൽപാദം, ആ ശരീരം, കിബില എന്ന ശരീരം, ആജുലോസ് ആ മുഖം. ഇബ്രാഹിം നബി ആര് കഅബത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ പോയിട്ട് ഇബ്രാഹിമിനെ കണ്ടു? ചോദിച്ചു മതി. ഇബ്രാഹിം നബിയെ ആരാധിക്കണം പോയിട്ട്. വെളിവായി വന്ന അശുദ്ധി പോയ ശുദ്ധാത്മാവ്, അശുദ്ധി പോയ പകരക്കാരൻ പോയ ആത്മാവ്, ശുദ്ധാത്മാവായ അള്ളാഹു മാത്രമായിരിക്കുന്ന ആ അള്ളാഹുവിനാണ് അവിടെ സുജൂദ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഇബ്രാഹിം നബിയല്ല, ഒരു മുഹമ്മദ് റസൂലല്ല, ഒരു ബാബനല്ല ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ബാബ എന്ന ആളല്ല, ബാബ കലിക്കേറ്റനല്ല. ബാബ കലിക്കേറ്റനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ അയാൾ മോശക്കാരനാണ്, പകരക്കാരനാണ്, അയാൾ ശിർക്കാണ്. നിങ്ങൾ ഈ സ്വരൂപത്തെ സൃഷ്ടിക്കുകയും ഇതിലൂടെ ഇനി ഇവര് ഉംറയ്ക്ക് പോകാൻ പോകണ്ട. അപ്പോൾ അവർക്ക് ഒന്നും അറിയില്ല, ശരീരത്തിലാണ്. അപ്പോൾ ഇവണിപ്പോൾ ഇതെല്ലാം കണ്ട് ഇതെല്ലാം അറിഞ്ഞ് മുഴുവനും ആളുകൾ ആകെ മാറിപ്പോൾ. ഇനി നമ്മൾ കഅബത്തിൽ പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഅബ ഷരീഫ് ഇതാണ് ചൊല്ലി. കഅബ, ഞാൻ കഅബയിൽ നിന്നിട്ട് ആ വാതിലുകൾ തൊടാൻ പോയ നോക്കിയപ്പോൾ തൊടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഹൈറ്റിനൊക്കെ കുറച്ചും കൂടെ ചാടി തൊടും. അത്ര അതിൻ്റെ ഹൈറ്റിൻ്റെ ഉയരം മനസ്സിലായില്ലിപ്പോൾ വാതിൽ. ആ വാതിൻ്റെ അടുത്ത് 4-5 കൂട്ട് കറക്റ്റ് ഓർമ്മയില്ല, കൂട്ടിവിടെ ആണ് ഇബ്രാഹിം മക്കാം, ഇബ്രാഹിമിൻ്റെ കാൽപ്പാട്. ഞാൻ അതിൽ നോക്കിയപ്പോൾ 2 കാൽ ഉറച്ച ചെളിയിൽ കാല് പതിഞ്ഞിട്ട്. അപ്പൊ വിരല് മടമ്പ് ശരിക്ക് വിരലിന്റെ ഇടയിലുള്ള ചെളിയെല്ലാം കാണും. 2 കാല് വ്യക്തമാക്കി കാണും. അത്ഭുതം തോന്നിയിരിക്കും. ഞാൻ അങ്ങനെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടല്ല പോയത്. അവിടെ ചെന്നപ്പോൾ 2 പതിഞ്ഞിരിക്കുന്ന കാല്. ഈ അള്ളാഹുവിന്റെ അദൃശ്യനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ഈ അള്ളാഹുവിന്റെ ആരാധനയ്ക്ക് ചെന്ന കഅബ ഷരീഫിൽ ഇബ്രാഹിം നബിയുടെ കാല് എന്തിനു വെച്ചു? അപ്പൊ അദൃശ്യനായ അള്ളാഹുലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകില്ലല്ലോ. ഇബ്രാഹിം നബിയിലേക്ക്, ആ കാലിലേക്ക് ഇബ്രാഹിം നബിയിലേക്കല്ലേ ശ്രദ്ധ പോവാ? ആണോ? എന്നാ പള്ളിയിൽ ഓരോ ഫോട്ടോ കൊണ്ടുപോയി വെച്ചുകൂടെ നിങ്ങൾക്ക്? എന്തുകൊണ്ടാ പള്ളിയിൽ ഫോട്ടോ വെക്കാത്ത? ശ്രദ്ധ മാറി പോയിരിക്കാൻ വേണ്ടി. ഇപ്പൊ കഅബ ഷരീഫിൽ ഇബ്രാഹിം നബിന്റെ കാൽ കൊണ്ട് വെച്ചപ്പോ നിങ്ങൾ ശ്രദ്ധ എങ്ങോട്ട് പോയി? കാലിലേക്ക് പോയി, ഇബ്രാഹിം നബിന്റെ കാലിലേക്ക് പോയി. ഇബ്രാഹിം നബി ആണോ അല്ല? അപ്പൊ നമ്മൾ ശ്രദ്ധ വഴി മാറിയില്ലേ? ഇപ്പൊ നമ്മൾ നോക്കിയപ്പോ ആ പരമാത്മായ അള്ളാഹു ആ പ്രകാശത്തിലൂടെ പ്രസരിച്ച് ഇലാഹായും ഇലാഹിന്റെ ശരീരത്തിനുള്ള ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം ബീജമായി വന്ന് ദൃശ്യമായി, ആദ്യം മനുഷ്യനും തുറന്ന് ബീജാന്തരം കൂടെ ദൃശ്യമായി വന്ന് നാം എല്ലാവരും ആരാപ്പോ? നമ്മളെല്ലാം ആരാണ്? പരമാത്മായ അള്ളാഹു അല്ലേ? ആണോ? അപ്പോ ആ കാൽപാദത്തിന്റെ ഉടമ ആരാണ്? നമ്മൾ തന്നെ അള്ളാഹു അല്ലേ? അപ്പൊ അദ്ദേഹം ഇവിടെ സുജൂദ് ചെയ്തില്ലേ? അതാ ചെയ്യും. എന്നെ പോലെ നിങ്ങൾ ആരാധിക്കാൻ പോകും. കൈവശേരി കണ്ടില്ലപ്പോ. അപ്പൊ നിങ്ങൾ റസൂലുള്ള ഉംറയ്ക്ക് ചെന്നപ്പോ ഹജ്ജിന് പോകണം, കഅബ തവാഫ് ചെയ്ത് ആ ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിലാണ്
നമസ്കരിച്ചിട്ടൊക്കെ. ബാക്കി എല്ലാവരും ഇവിടെ പോയിട്ട് ആ കല്ലും മണ്ണുമായ ഒരു കില്ലിയും തൂക്കിയ ആ കൈബ ഷെരീഫിനല്ലേ ആരാധിക്കാൻ പോകണം. നിങ്ങളിപ്പോ എന്തിനാ ആരാധിക്കാൻ പോകണം? ഇബ്രാഹിം നബിയെ ആരാധിക്കണം. വെളിവായി വന്ന അശുദ്ധി പോയ ശുദ്ധാത്മാവ്, അശുദ്ധി പോയ പകരക്കാരൻ പോയ ആത്മാവ്, ശുദ്ധാത്മാവായ അള്ളാഹു മാത്രമായിരിക്കുന്ന ആ അള്ളാഹുവിനാണ് അവിടെ സുജൂദ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഇബ്രാഹിം നബിയല്ല, ഒരു മുഹമ്മദ് റസൂലുള്ളാഹിയല്ല, ഒരു ബാബനല്ല ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ബാബ എന്ന ആളല്ല, ബാബ കലിക്കനല്ല. ബാബ കലിക്കനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ അയാൾ മോശക്കാരനാണ്, പകരക്കാരനാണ്, അയാൾ ശിർക്കാണ്. നിങ്ങൾ ഈ സ്വരൂപത്തെ സൃഷ്ടിക്കുകയും ഇതിലൂടെ ഇതിലൂടെ കാണുകയും കേൾക്കുകയും അറിയുകയും ഇതിലൂടെ എല്ലാം നിലനിന്ന് പ്രവർത്തിച്ചു പോരുകയും ചെയ്യുന്ന പ്രവചനാഥനെ കാണാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അശുദ്ധിയാണ്, ഞാൻ പകരക്കാരനാണ്, വേറൊരു ഭാവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പകരക്കാരനാണ്, അശുദ്ധിയാണ്, ശിർക്കാണ്, പൊറുക്കപ്പെടാത്ത തെറ്റാണ്. അപ്പോൾ ഇവിടെ ഭാവിയില്ല. നിങ്ങളിലും അങ്ങനെ ഒരാളുണ്ടാവാൻ പാടില്ല പേരിൽ അറിയപ്പെടുന്ന. നിങ്ങളിലും പരമാത്മാവായ അല്ലാഹുവായി ആത്മാവിനെ പരിശുദ്ധമാക്കിയ ഭാഗ്യം സിദ്ധിച്ചവനായി മാറുക. ഞാൻ ഇരിക്കുന്ന സമയത്താണ് പോയത്. എന്നെ അനിയൻ കൊണ്ടതിലാണ്. എന്താ ചെല്ലണ്ടി, എന്താ പറയേണ്ടി, എന്തൊക്കെയാ അവിടെ പഠിക്കേണ്ടത്, എന്തൊക്കെയാ ഒന്നും അറിയില്ല. അപ്പോൾ അവിടെ കൈബൽ ചെന്ന് തവാഫ് ചെയ്യുമ്പോൾ ചെല്ലണ്ട് ലബൈക്ക് അല്ലാഹുമ്മ ലബൈക്ക് ലബൈക്ക് ലാ ശരീക ലക ലബൈക്ക് എന്ന് എല്ലാവരും ചെല്ലുന്നതുകൊണ്ട് അവരെ കൂട്ടിൽ ഞാനും ചെല്ലി, അല്ലാതെ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ ഞാനിതാ വന്നിരിക്കുന്നു എന്ന സന്ദേശമാണ് അവിടെ പല വിഷയം. അത് പറഞ്ഞ് ഞാനും അങ്ങനെ കുറേ തവാഫ് ചെയ്ത് കുറേ ആയപ്പോൾ പിന്നെ ആലോചിക്കുന്നു, എത്ര എണ്ണം, എണ്ണിട്ടാണ് 7 പ്രാവശ്യം എന്ന് പറഞ്ഞു. ഞാൻ എത്ര ചെയ്തോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ എണ്ണം പിടിക്കാൻ പോയതല്ലല്ലോ. ഞാൻ അള്ളാഹുവിൻ്റെ മൊഴി ഇതിൽ മൊഴിക അങ്ങനെ പോവാം. അപ്പോൾ എണ്ണ ഓർമ്മയില്ല. പിന്നെ ഞാൻ കുറച്ച് എണ്ണി തവാഫ് ചെയ്തു, എണ്ണം ചെയ്തു. പിന്നെ അജുർ റസൂൽ ആ മൂല ഉണ്ടല്ലോ, അതിൻ്റെ കൈബാൻ്റെ എണ്ണം കൈബയിലേക്ക് തിരിച്ചെടുക്കുമ്പോൾ നമ്മുടെ എടുത്ത് മാറ്റി അജുർ റസൂൽ അവിടെ എല്ലാവരും ചെന്ന് ആ അജുർ റസൂൽ മുത്താൻ വേണ്ടി കുസ്തി പിടിക്കുന്നുണ്ട്. ഭയങ്കര ബഹളം. അങ്ങോട്ട് നോക്കിയപ്പോൾ അടക്കാൻ കഴിയുന്നില്ല, ഭയങ്കര. അപ്പം ഞാൻ വീണ്ടും തവാഫ് ചെയ്യും. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഒന്ന് ശ്രമിക്കും, കിട്ടൂല. ഞാൻ വീണ്ടും അങ്ങനെ കിട്ടുന്നവരെ ഞാൻ തവാഫ് ചെയ്തുകൊണ്ടേയിരുന്നു. എണ്ണം ഒപ്പിക്കാനല്ല ഞാൻ പോയത്. അജുർ റസൂൽ കിട്ടുന്നവരെ തവാഫ് ചെയ്ത് എത്രയോ, ചിലപ്പോൾ 100 1000 ഒക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം അജുർ റസൂൽ മുത്താൻ കഴിഞ്ഞു. ഞാൻ അജുർ റസൂൽ മുത്തിക്കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇബ്രാഹിം നബിൻ്റെ മുഖമാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ വരൂ.
കണ്ടതാണ്. ഇബ്രാഹിമിനെ കാൽപാദം, കഅബ എന്ന ശരീരം, ആ മുഖവും കണ്ടു. അത് കറുത്ത കില്ല തുണിയും കരിമ്പണം പൊതിച്ച് നിൽക്കുന്ന ഇബ്രാഹിം നബിയാണ് ഞാൻ കണ്ടത്. ഇപ്പൊ എന്ത് പറയുന്നു? കാൽപാദം, ആ ശരീരം, കിബില എന്ന ശരീരം, ആജുറോസ് എന്ന ആ മുഖം. ഇബ്രാഹിം ആര് കഅബത്തിൽ പോയി ഹജ്ജ് ചെയ്യാൻ പോയിട്ട് ഇബ്രാഹിമിനെ കണ്ടു? ചോദിച്ചു മതി. ആ പരമാത്മായ അള്ളാഹുവിൻ്റെ ഇബ്രാഹിമിലുള്ളത്. ആ ഇബ്രാഹിമിലെ തുടർച്ചക്കാരനല്ലേ അന്ന മുഹമ്മദ് റസൂലുള്ള. എന്താ അത്തയ്യാത്തിൽ എന്താ പറഞ്ഞത്? കമാ സല്ലൈത അലാ ഇബ്രാഹിം ഇബ്രാഹിം. ആ ഇബ്രാഹിമിനെ തുടരുകയാണ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യൂതന്മാരും ക്രിസ്ത്യാനികളും അന്ന മുഹമ്മദ് റസൂലുള്ളാഹി ഇസ്ലാമും എല്ലാം ആ ഇബ്രാഹിം നബിയെ തുടരുന്നവരാണ്, അല്ലേ? അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഇസ്ലാമിൻ്റെ ഉത്ഭവം എവിടെയാണ്? ഉത്ഭവം ഇബ്രാഹിമിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അല്ലേ? അപ്പോ ഇതിൻ്റെയൊക്കെ മതത്തിലെ ഗുരു ആരാ? ഇബ്രാഹിം അല്ലേ? അവിടുന്നല്ലേ പോരുന്നത്. അതിനല്ലേ അനുകരിക്കുന്നില്ലേ? അതിനല്ലേ മുറ്റി മണക്കുന്നത്? അതിനല്ലേ സുജൂദ് ചെയ്യുന്നത്? ഏത്? ഈ അല്ലാഹുവിനെ. ഇബ്രാഹിം മാർഗത്തിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണമേ. ആമീൻ. ഇബ്രാഹിം യേശുവിൻ്റെ മറ്റേ എല്ലാ മതത്തിൻ്റെയും ഗുരുവാരാണപ്പോൾ ഇമാം ഇബ്രാഹിം. പക്ഷെ ഇവിടെ നമ്മുടെ ഭാരത ദർശനത്തിലേക്ക് വരുമ്പോൾ പ്രപഞ്ചനാഥൻ അതൊന്നരീശ്വരനായ ശിവൻ തന്നെയാണ്. ആ അതാണ് മറ്റേ അതാണ് മറ്റേ ഇക്ബാൽ സുജൂദ് ചെയ്തത്. ആ അള്ളാഹു തന്നെയല്ലേ ഇവിടെ ഉള്ളത് മോനെ. അപ്പോ അല്ലാഹ് മനസ്സുകൊണ്ട് ആ കഥ ഒന്ന് പറഞ്ഞൂടാ. ഹജ്ജിന് പുറപ്പെടാൻ പറഞ്ഞപ്പോ ജുനൈദുൽ ബാഗ്ദാദി എന്ന് പറഞ്ഞ ഒരു ഷെയ്ഖ് ഉണ്ട്. ആ ഷെയ്ഖിന്റെ ശിഷ്യനായിരുന്നു അല്ലാഹ് മൻസൂർ. അങ്ങനെ ഒരു ഹജ്ജ് സമയത്ത് ശിഷ്യന്മാരോട് പിന്നെ ഹജ്ജിന് ഒരുങ്ങാൻ ഇറാൻ കൊട്ടിട്ട് എല്ലാരും ഹജ്ജിന് പുറപ്പെടുന്നു. അപ്പം അല്ലാഹ് മൻസൂർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അല്ലാഹ് മൻസൂർ തന്റെ ഗുരുവിനെ തവാഫ് ചെയ്ത് കാൽക്കൽ മുത്തി മണത്ത് ഇത് ചെയ്തിട്ട് എൻ്റെ ഹജ്ജ് കഴിഞ്ഞു. അരെ അല്ലാഹ് മൻസൂർ, ഞാൻ അള്ളാഹു ഹക്ക് എന്താ അല്ലാഹ് തലവിട്ടാൻ കാരണം എന്താ? അനൽ ഹക്ക്, ഞാൻ ഹക്കാണ്, അള്ളാഹു ആണ് പറഞ്ഞത്. ആ അള്ളാഹുവായ ഇബ്രാഹിമിനല്ല അള്ളാഹുവിനെ കണ്ട് സുജൂദ് ചെയ്ത് പ്രദക്ഷിണം ചെയ്ത് ആ മുഖം മുത്തി മണത്ത് എൻ്റെ ഹജ്ജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അല്ലാഹ് മൻസൂർ. അപ്പൊ അല്ലാഹ് മൻസൂർ ഞാൻ അള്ളാഹു ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു അള്ളാഹുവായി ആ അള്ളാഹുവിനെ ആരാധിച്ച് ചെയ്ത് അല്ലാഹും ആ അള്ളാഹുവായി തീർന്നു. അപ്പോൾ ആരാധിക്കുന്നത് ആരാധ്യനായി തീരാൻ വേണ്ടിയാണ്, അല്ല വേറെ ആളെ ആരാധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആരാധ്യനല്ലാത്ത ഞാൻ ആ ആരാധ്യനായ പൂർണ്ണത പ്രാപിക്കാൻ വേണ്ടിയാണ് ആരാധിക്കേണ്ടി വരുന്നത്, അല്ലേ? അല്ലാതെ അള്ളാഹു തന്നെ നിങ്ങൾ എല്ലാവരും ആ ഈശ്വരനും അള്ളാഹു തന്നെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അപ്പൊ നിങ്ങൾ ആ അള്ളാഹു അല്ല, ഈശ്വരനല്ല, ഞാൻ വേറൊരു സൃഷ്ടിയാണെന്ന തലത്തിൽ നിന്നുള്ള നിങ്ങളാണ് അള്ളാഹു പൂർണ്ണനായ അള്ളാഹു എന്ന് പറയുന്ന ഓരോ ഷേഖോ വലികളോ സ്വാമിമാരോ എന്ന് പറയുന്ന പോലെ പോയി ആരാധിച്ചിട്ട് കാര്യമില്ല. ദൈവത്തെ, ദൈവദർശനമുള്ളവനെ, ദൈവികമായവനെ ചെന്ന് കണ്ട് ആ ദൈവത്തെ ആരാധിച്ച് ആ ദൈവമായി ആ പൂർണ്ണത പ്രാപിച്ച് ആരാധ്യനായി തീരാൻ വേണ്ടിയാണ് ആരാധിക്കേണ്ടത്.
അല്ലാതെ എല്ലാവരും ആരാധിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇബ്രാഹിം നബിനെ കണ്ടില്ലപ്പോ നിങ്ങൾ അങ്ങോട്ട് പോണോ? സജ്ജനങ്ങളെ തേടി ഇങ്ങോട്ട് വരൂ ഹജ്ജ് വന്ന്. ഇപ്പൊ ഉടലും മുഖേന കിട്ടിയില്ലേ? ഇപ്പൊ നമ്മള് പറയല് അജറുൽ അസ്വദ് എന്ന് പറഞ്ഞ സ്വർഗത്തു നിന്ന് കൊണ്ടുവന്ന കല്ലെന്ന. കല്ല് മൊത്തം അവിടെ പോണ്ട. അത് പറയണ്ട് കല്ലിക്ക് 2 കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, അങ്ങനെ പറയുന്നു തന്നെ. ആ കല്ല് വെറും കല്ലല്ല, ഇപ്പൊ സാധനം ഇതാണെന്ന് മനസ്സിലായി. അതെ അതെ, എന്നെ കണ്ണും മൂക്കും ചെവിയും എല്ലാം ഉണ്ടല്ലേ ആ കല്ല്. അപ്പോ അല്ലാഹുവിനെ ഇബ്രാഹിം അല്ലട്ടോ, ഇബ്രാഹിം എന്ന മനുഷ്യനല്ല, മനുഷ്യ സ്വരൂപമല്ല. റസൂള്ള മുഹമ്മദ് റസൂള്ള പറഞ്ഞ ആ മുഹമ്മദ് എന്ന് പറഞ്ഞ ഷഹാദത്ത് കലിമയെ കാണിക്കുന്നത്. വാക്കിൽ ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാന്ന് പറഞ്ഞ സ്വരൂപത്തിൽ നിങ്ങളെ മനുഷ്യ സ്വരൂപമാണ്. നിങ്ങളും മുഹമ്മദ് പറഞ്ഞു ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനാണ്. മുഹമ്മദും ആ പരമാത്മായ ഈശ്വരൻ അള്ളാഹു ആണല്ലോ. നിങ്ങളെപ്പോലെ തന്നെയാണ്, പക്ഷെ നിങ്ങളും അള്ളാഹുവാണ്, മുഹമ്മദും അള്ളാഹു തന്നെയാണ്. നിങ്ങൾ അറിഞ്ഞില്ല, മുഹമ്മദ് അറിഞ്ഞു, ഞാനും അറിഞ്ഞവൻ ആ യഥാർത്ഥമായി തീർന്നു. നിങ്ങളും ഇപ്പോൾ എന്തിനാ വന്നത്? ഈ യഥാർത്ഥം കാണാനും അറിയാനും അനുഭവിക്കാൻ വേണ്ടിയാണ്. അത് കാണിക്കുകയും സൃഷ്ടിച്ചുണ്ടാക്കി കാണിക്കുകയും അറിയിച്ചു തരികയും ബോധ്യമായി തരാൻ ഞാൻ ശ്രമിച്ചു. നിങ്ങൾ ഇനി അതിലൂടെ കണ്ട് ചിന്തിച്ച് സഞ്ചരിച്ച് അതായി തീരാൻ ശ്രമിക്കലാണ് ആരാധന, അതാണ് ധ്യാനം, അതാണ് മെഡിറ്റേഷൻ, നിസ്കാരമൊക്കെ അതാണ്. അതിനെ വസ്സലാത്തു മെഹ്റാജിൽ മോമിനി എന്ന് പറയുന്നത്. മോമിനികൾക്കുള്ള നമസ്കാരം എന്താണ്? മെഹ്റാജാണ്. ആ അതിർത്തിയിൽ ചെന്ന പ്രപഞ്ചം, ഞാനും ഇല്ല, പ്രപഞ്ചവും എല്ലാം സൃഷ്ടിക്കുന്നതിന് മുമ്പെയുള്ള ആ ശൂന്യതയിൽ ചെന്ന് ആ ശൂന്യമായ തലത്തിൽ നിന്ന് ആ പ്രപഞ്ചനാഥൻ തൻ്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശമായി, ജ്യോതിയായി, നൂറുള്ളയായി, ആകാശഭൂമികൾ പ്രകാശമായ അള്ളാഹുവായി, വേറൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പ്രകാശം മാത്രമേ ഉള്ളൂ, ആദ്യ ഒളിവ്. ആ പ്രകാശം തൻ്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കാൻ വേണ്ടി മുളച്ച് പ്രസരിച്ച് വികസിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ ഭാഗങ്ങളെ വ്യാപിച്ച് റഹ്മാനായി ആനമായി അശ്ഹദു അൻ ലാ ഇലാഹ അർദ്ധനരീശ്വരന ശിവസ്വരൂപമായി. ആ ശിവസ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഇലാഹിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലെ വിത്തിട്ട് മുളക്കുന്ന ഗർഭമായ നരിയ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ആദ്യ ജ്യോതി ബീജമായി ഇറങ്ങി വന്നുകൊണ്ട് തൻ്റെ ചെറുരൂപത്തിൽ പുനർജനിച്ചുള്ള ശിവ അവതാരവും ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലയും അന്ന മുഹമ്മദ് റസൂലയായി ആദിമ മനുഷ്യനായി, തുടർന്ന് ആ പ്രകാശം തന്നെ ബീജാന്തരങ്ങളുടെ ജന്മാന്തരങ്ങളുടെ ഭൂമി മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന നാമെല്ലാം ആ ശിവ അവതാരവും ഇലാഹിൽ നിന്ന് പറഞ്ഞ ഇല്ലയുമാണ് നാമെല്ലാം. ആ ഇല്ലയും ശിവാവതാരവും അല്ലാതെ ഇവിടെ വേറൊരു മനുഷ്യനും ഒരു സാധനവുമില്ല. ഓക്കെ, മതിയായോ? ഇല്ല, നിങ്ങൾ ഇതാ എല്ലാം കാണിച്ചു, അറിയിച്ചു, സൃഷ്ടിച്ചു, ഉണ്ടാക്കി നിങ്ങൾക്ക് കയ്യിൽ തന്നിരിക്കുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു. നിങ്ങൾ അതിലൂടെ തന്നെ കണ്ടിച്ച് അതുപോലെ ചിന്തിച്ച് സൂക്ഷ്മമായി നോക്കി കണ്ട് ചിന്തിച്ച് ബോധ്യമാവലാണ് ആവശ്യം. അതാണ് നമസ്കാരം, അതാണ് ഇബാദത്ത്, അതാണ് മെഡിറ്റേഷൻ. പല ഇതും പറയുന്നത് ഇതൊക്കെ അതിലൂടെയുള്ള സഞ്ചാരമാണ്. എന്നിട്ട് അതായി തീരും. ഓക്കെ.